2020 ലോകകപ്പിൽ ടീം ഇന്ത്യക്ക് ഇന്ന് ആദ്യ സൂപ്പർ 8 പോരാട്ടമാണ്. രാത്രി 7-ന് അഹമ്മദാബാദിൽ നടക്കുന്ന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയാണ് എതിരാളികൾ. മലയാളി താരം സഞ്ജു സാംസൺ പ്ലേയിങ് 11-ൽ ഇടം കിട്ടുമെന്നാണ് പ്രതീക്ഷ. അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും. അനിൽ, ഗുഡ് മോർണിംഗ്. പ്ലേയിങ് 11-ൽ ഇടം കിട്ടാനും സഞ്ജു സാംസൺ കളി ജയിപ്പിക്കും എന്ന് നമുക്കങ്ങ് ഉറപ്പിക്കാവോ? ഗുഡ് മോർണിംഗ് ഹാഷ്മി, ഗുഡ് മോർണിംഗ് സ്മിത. ഈ പറഞ്ഞതുപോലെ തന്നെ സഞ്ജു ഇന്ന് കളിക്കാനിറങ്ങുമോ എന്നതിലാണ് വലിയ ആകാംക്ഷ കാത്തിരിക്കുന്നത്. കാരണം ഈ ഇന്ത്യ സമ്പൂർണ്ണ ജയത്തോടുകൂടി ഇല്ലെങ്കിൽ അപരാജിതരായിക്കെ തന്നെയാണ് സൂപ്പർ 8ലേക്ക് മുന്നേറിയത്. പക്ഷേ ഈ ടൂർണമെൻറ്റിന് വരുന്നതിന് മുമ്പ് ഇന്ത്യക്ക് ഒരു എതിരാളി ഉണ്ടോ എന്ന തരത്തിൽ പോലും ചിന്തിച്ചിരുന്നു. ഇന്ത്യ എല്ലാ മത്സരങ്ങളിലും ഒരുപക്ഷെ 300 അടിച്ചേക്കും എന്ന തരത്തിലടക്കം ആളുകൾ കരുതിയിരുന്നതാണ്. അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ടീമിന് വലിയ തിരിച്ചടി നിൽക്കുന്നു. സ്റ്റാർ ബാറ്ററായിട്ടുള്ള അഭിഷേക് ശർമ്മ തുടർച്ചയായ 3 മത്സരങ്ങൾ 0-ന് പുറത്താവുന്നു. അഭിഷേക് ശർമ്മയ്ക്ക് താളം കണ്ടെത്താനാവുന്നില്ല. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഒരു മത്സരത്തിൽ അടിക്കുന്നു, മറ്റൊരു മത്സരത്തിൽ പരാജയപ്പെടുന്നു. എന്തെങ്കിലും കൺസിസ്റ്റൻസി കാണിച്ചത് ഇഷാൻ കിഷൻ മാത്രമാണ്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഈ ടാക്ടിക്സ്, ഇന്ത്യയുടെ പ്ലേയിങ് ലെവലിൽ ഇല്ലെങ്കിൽ 6 ടോപ്പ് ഓർഡർ ബാറ്റേഴ്സിൽ 6 പേർ ലെഫ്റ്റീസാണ്. അർഷദീപിനെയും കൂട്ടുമ്പോൾ 7 പേർ ലെഫ്റ്റീസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു തന്ത്രം അല്ലെങ്കിൽ അതിനൊരു മറുതന്ത്രം എന്നോണം ഓഫ് സ്പിന്നേഴ്സിനെ വെച്ചാണ് മത്സരങ്ങളിലൊക്കെ തന്നെ എതിരാളികൾ കളി പിടിച്ചത്. പ്രത്യേകിച്ച് അഭിഷേക് ശർമ്മയൊക്കെ കൃത്യമായി ട്രാപ്പ് ചെയ്തു. കൃത്യമായി ആ തരത്തിൽ ഇന്ത്യയെ പ്രതിരോധിക്കാനും ഒറ്റ മത്സരത്തിൽ മാത്രമാണ് ഇന്ത്യ 200-ന് മുകളിലേക്ക് സ്കോർ പോലും എത്തിയത് എന്നുള്ളതാണ് വസ്തുത. അതോടുകൂടി ഇന്ത്യയുടെ ഈ ടാക്ടിക്സിനെതിരെ ഇതിഹാസ താരങ്ങൾ അല്ലെങ്കിൽ ആരാധകരൊക്കെ തന്നെ വലിയ വിമർശനങ്ങളുമായി എത്തിയതാണ്. എന്തിനാണ് ഇത്രയധികം ലെഫ്റ്റീസിനെ ഈ പ്ലേയിങ് 11-ൽ കുത്തി നിറയ്ക്കുക എന്നുള്ളത് ഗൗതം ഗംഭീറിനോടൊക്കെ ഒരു ചോദ്യമായി ഉയർത്തുന്നുണ്ട്. നമ്മൾ ആരുടെയും പെർഫോമൻസിനെയും ഒക്കെ ഒന്നും കുറ്റം പറയുകയില്ല. പക്ഷേ ആ ഘട്ടത്തിലാണ് സഞ്ജു സാംസണെ ടീമിൽ എടുക്കണം എന്നുള്ളൊരു ആവശ്യം വരുന്നത്. പ്രത്യേകിച്ച് ടോപ്പ് 3 പേരും ലെഫ്റ്റീസ് ആവുന്നതോടുകൂടി അവിടെ അങ്ങനെ ഒരു വലിയ പ്രഷർ കൊടുക്കരുത്. അതിനു പകരം സഞ്ജു സാംസണെ ഉൾപ്പെടുത്തിയാൽ ഓഫ് സ്പിന്നേഴ്സിനെയൊക്കെ തന്നെ അല്ലെങ്കിൽ സ്പിന്നേഴ്സിനെയൊക്കെ നന്നായി കളിക്കുന്ന സഞ്ജുവിന് അങ്ങനെ ഒരു അവസരം കൊടുത്താൽ സഞ്ജു ഇന്ത്യയുടെ വജ്രായുധമായി മാറും എന്നുള്ള പ്രതീക്ഷയാണ് ആരാധകർക്കുള്ളത്. സഞ്ജുവിന് ഈ ലോകകപ്പിൽ ഒറ്റ മത്സരത്തിൽ മാത്രമാണ് കളിക്കാനായത്. സഞ്ജു 8 പന്തിൽ അന്ന് 22 റൺസ് എടുത്ത് പുറത്താവുകയും ചെയ്തു. സഞ്ജുവിൻ്റെ ഫോമിലും ആശങ്കകളുണ്ട്. പക്ഷേ സഞ്ജുവിനെ ആ ഒരു എതിരാളികളുടെ ആ തന്ത്രം പൊളിക്കാനെങ്കിലും മറുതന്ത്രമായി സഞ്ജുവിനെ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ആവശ്യം. ഈ മത്സരത്തിൻ്റെ പ്രത്യേകതയിലേക്ക് വന്നാൽ ദക്ഷിണാഫ്രിക്കയാണ്. അവർ കഴിഞ്ഞ ഫൈനലിസ്റ്റുകളാണ്. ഇന്ത്യക്കെതിരെ അവർ അന്ന് തോറ്റതാണ്. അന്നത്തെ ഒരു കടം തീർക്കാൻ കൂടിയാണ് ദക്ഷിണാഫ്രിക്ക എത്തുന്നത്. അവരും എല്ലാ മത്സരങ്ങളിലും ജയിച്ച് പ്രത്യേകിച്ച് ന്യൂസിലാൻഡിനെയൊക്കെ തോൽപ്പിച്ച് മരണ ഗ്രൂപ്പിൽ നിന്ന് ചാമ്പ്യന്മാരായിട്ടാണ് എത്തുന്നത്. അപ്പോൾ ഒരു ഉശിരൻ പോരാട്ടം തന്നെ നമുക്ക് ഇന്ന് അഹമ്മദാബാദിൽ പ്രതീക്ഷിക്കാം. റൺസ് ബാറ്റർമാരെയൊക്കെ തുണയ്ക്കുന്ന നല്ല പിച്ച് തന്നെയായിരിക്കും അഹമ്മദാബാദിൽ ഒരുക്കി നിൽക്കുന്നത് എന്നുള്ള റിപ്പോർട്ടാണ്. അപ്പോൾ എന്തായാലും ഒരു വെടിക്കെട്ട് കളി തന്നെ നമുക്ക് ഇന്ന് അഹമ്മദാബാദിൽ പ്രതീക്ഷിക്കാം. അതിൽ മലയാളികൾ കൂടുതൽ അല്ലെങ്കിൽ സഞ്ജുവിൻ്റെ ആരാധകർ കാത്തിരിക്കുന്നത് സഞ്ജു ടീമിൽ ഇടം പിടിക്കുന്നു എന്നതിൽ തന്നെയാണ്. ഹാഷ്മി, സ്മിത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.